ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ദുരന്ത മേഖലയെ 6 സോണുകളിലായി തിരിച്ച് പരിശോധന. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് 9328 പേർ. അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്ത് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴപ്പടവിലൂടെ വെള്ളം ഒഴുക്കി വിടുന്നതിനെ ചൊല്ലി തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ നടത്തിയ ചർച്ചയിൽ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം ചോർന്നൊലിച്ച് നശിക്കുന്നു. അതിഥി മന്ദിരം അറ്റകുറ്റപ്പണികൾ നടത്താതെ DTPC. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാപ്പിള്ളിക്കോണം സ്വദേശി രമേശാണ് മരിച്ചത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതുവരെ 338 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. വയനാട്ടിൽ 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9328 പേരാണ് കഴിയുന്നത്. രക്ഷാദൌത്യത്തിന്റെ 4ാം ദിനത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും തിരച്ചിൽ തുടരുകയാണ്. ഈ പ്രദേശങ്ങളെ 6 സോണുകളാക്കി തിരിച്ചാണ് പരിശോധന. ഡ്രോണുകൾ ഉപയോഗിച്ച് ചാലിയാർ പുഴയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. 200-ലധികം പേരെ ഇനിയും കാണാനില്ലെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി നാഷണൽ സർവീസ് സ്കീം. സംസ്ഥാന NSSന്റെ വിവിധ സെല്ലുകളെ ഏകോപിപ്പിച്ച് 150 വീടുകൾ നിർമ്മിച്ചു നൽകും. കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ വേദനകളിലൊന്നായി തീർന്നിരിക്കുന്ന ദുരന്തത്തിലെ ഇരകൾക്ക് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ നൽകുന്ന സ്വാന്തനമായാണ് ഇത്രയും വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സ്വന്തമായി വീടില്ലാത്ത നിർധന സഹപാഠികൾക്ക് സ്നേഹവീടുകൾ ഒരുക്കി മാതൃക സൃഷ്ടിച്ചു വരുന്ന NSS ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊന്നാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പുനരധിവാസ പരിശ്രമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് NSS ഇപ്രകാരം 150 വീടുകൾ പണിത് നൽകുക. കാലിക്കറ്റ് സർവകലാശാല, MG സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കേരള സർവകലാശാല, സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല, ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിലെയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, ITI തുടങ്ങിയവയിലെയും NSS സെല്ലുകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുക. NSS യൂണിറ്റുകളിലെ വോളണ്ടിയർമാരും NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാരും മുൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരും സംസ്ഥാന ഓഫീസർമാരും മുൻ സംസ്ഥാന ഓഫീസർമാരുമെല്ലാം ഈ സ്നേഹദൗത്യത്തിൽ പങ്കാളികളാകും. ഇതിനു പുറമെ ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായി ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു കോളേജ് ക്യാമ്പയിന് തുടക്കം കുറിക്കും. ഇതിന്റെ ഭാഗമായി മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകും. ദുരന്തബാധിതർക്ക് മെന്റൽ ട്രോമ മറികടക്കാൻ വിദഗ്ധ കൗൺസിലിംഗും സജ്ജമാക്കും. ക്യാമ്പുകളിൽ ആരോഗ്യ സർവകലാശാല NSS ടീമിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കും. ശുചീകരണ ഡ്രൈവിൽ പങ്കാളികളാകും. NCC, NSS അംഗങ്ങളും കുടുംബങ്ങളും ഈ ദുരന്തത്തിന് ഇരയായവരിൽ പെട്ടിട്ടുണ്ട്. സംസ്ഥാന NSS കോർഡിനേറ്റർ ഡോക്ടർ RN അൻസാർ, കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ NA ഷിഹാബ്, സാങ്കേതിക സർവകലാശാല NSS ജില്ലാ കോർഡിനേറ്റർ വിപിൻ കൃഷ്ണ, NSS ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ NV പ്രതീഷ് എന്നിവരും മന്ത്രിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. മാരാത്തുകുന്ന് റോഡിലെ അകമലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ ഭീഷണിയൊഴിയാതെ പ്രദേശത്തെ താമസക്കാരെ അവിടെ താമസിക്കാൻ അനുവാദം നൽകാനാവില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ വിദഗ്ധ സംഘം മേഖലയിൽ പരിശോധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ 81 കുടുംബങ്ങളാണ് മാറി താമസിക്കുന്നത്. തഹസിൽദാർ KC അനുപമനും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. 29-ാം തീയതി ഇവിടെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല ജില്ല മൊത്തത്തിൽ നല്ല മഴയായിരുന്നായിരുന്നു. ഏകദേശം ഒരു 33 സെൻറ്റിമീറ്റർ മഴ ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അന്ന് തന്നെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റു വകുപ്പിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ട്, വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ ആ ദിവസം തൊട്ട് തന്നെ കുറേ പേരെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി, കുറേ പേര് ക്യാമ്പിലോട്ട് പോയി, പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധു വീട്ടിലോട്ട് പോയി. പിന്നെ അടുത്ത ദിവസം കുറച്ച് പേര് മാറി. ഇന്നലത്തോട് കൂടിയിട്ട് ഇവിടെ ഉള്ള ഏകദേശം എല്ലാവരും ഒരു 81 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു 500 മീറ്റർ ചുറ്റളവ്, 1/2 കിലോമീറ്റർ ചുറ്റളവിൽ. അപ്പോൾ അത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധുവീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പേർട്ട് ടീം, ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, സോയിൽ കൺസർവേഷൻ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണിയുണ്ട്, എന്നാലും പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ്. അപ്പം നമ്മൾ അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ പെർമിറ്റ് ചെയ്യില്ല. കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട്. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലി തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത്. മണലൂർ പടവ് കമ്മിറ്റി അംഗങ്ങളും അരിമ്പൂർ, അന്തിക്കാട്, ചാഴൂർ, പാറളം എന്നിവിടങ്ങളിൽ നിന്നെത്തിയവരും തമ്മിലാണ് തർക്കം നടന്നത്. പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നിരുന്നത്. മറ്റ് 2 സ്ലൂയിസുകൾ കൂടി തുറന്ന് അരിമ്പൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവ് വഴി ഏനാമാവ് റെഗുലേറ്ററിൽ എത്തിച്ച് കടലിലേക്ക് ഒഴുക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കം പാടത്തെത്തിയത്. അതേസമയം പെരുമ്പുഴ 2ാം പാലത്തിലെ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കിവിടണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട്, ചാഴൂർ, പാറളം പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും എത്തിയതോടെ തർക്കം രൂക്ഷമായി. പ്രശ്നപരിഹാരത്തിനായി ഏനാമാവിലെ കുളവാടകൾ നീക്കുകയാണ് വേണ്ടതെന്നും മണലൂരിൽ സ്ലൂയിസ് തുറന്നാൽ വെള്ളം ഒഴുകിയെത്തി തങ്ങളുടെ പ്രദേശത്തെ ബാധിക്കുമെന്നും മണലൂരിൽ നിന്നെത്തിയ കർഷകർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് മണലൂർ പഞ്ചായത്ത് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അടച്ചുവെച്ച സ്ലൂയിസുകൾ അടിയന്തരമായി തുറക്കാൻ തീരുമാനിച്ചു. ഏനാമാവിൽ ഹൈലെവൽ കനാൽ എത്തിച്ചേരുന്ന ഭാഗത്തുള്ള കുളവാഴകൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ JCB ഉപയോഗിച്ച് പ്രധാന ചാലിലെ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പാടശേഖരങ്ങളിലെ തുറക്കാത്ത സ്ലൂയിസുകൾ പഞ്ചായത്ത് അധികൃതർ തുറന്നു. പലതവണ പഞ്ചായത്ത് അധികൃതരും കൃഷിവകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടിട്ടും പാടശേഖര സമിതി ഭാരവാഹികൾ സ്ലൂയിസുകൾ തുറക്കുന്നതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവരുടെ സാന്നിധ്യത്തിൽ പുല്ലൂർ പടവിലെ സ്ലൂയിസ് നീക്കം ചെയ്തത്. ചോർന്നൊലിച്ച് ആർക്കും വേണ്ടാതെ നശിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം. അറ്റകുറ്റപ്പണികൾ നടത്താത്ത അതിഥി മന്ദിരം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കാൻ പോലും ആരും തയ്യാറല്ല. വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വാടകയ്ക്കെടുക്കുന്നവർ പറയുന്നത്. ഈ വർഷം 2 തവണ ലേലത്തിനുള്ള നടപടി സ്വീകരിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറായില്ല. അതിഥി മന്ദിരത്തിന്റെ ചുറ്റും കാട് കയറി കിടക്കുകയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ വൃക്ഷങ്ങൾ വളരുന്ന അവസ്ഥയിലേക്ക് മാറി. കെട്ടിടം 11 മാസത്തേക്കാണ് ലേലം വഴി നൽകിയിരുന്നത്. 2022 1.99 ലക്ഷം രൂപയ്ക്കാണ് നൽകിയിരുന്നത്. ഓരോ തവണ എടുക്കുന്നവരും അടുത്ത വർഷത്തേക്ക് തുടരാതെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നഷ്ടത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. എന്നാൽ ഓരോ വർഷവും 10% തുക വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് DTPCക്കുള്ളത്. ചോർന്നൊലിക്കുന്ന അതിഥി മന്ദിരത്തിൽ 2 മുറികളാണുള്ളത്. ഇതിലൊന്ന് ശീതീകരണ സൗകര്യമുള്ളതാണ്. ഈ മുറി 1500 രൂപയും മറ്റൊന്ന് 1000 രൂപയും ദിവസവാടകയ്ക്കാണ് കരാർ എടുക്കുന്നവർ നൽകിയിരുന്നത്. വാഹനങ്ങൾ നിർത്തിയിടാനും ഏറെ സൗകര്യമുണ്ട്. മേൽക്കൂരയുടെ ഓടുകൾ അടർന്നുപോയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 1997 ഫെബ്രുവരി 28-നാണ് MP ആയിരുന്ന K കരുണാകരൻ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. വെള്ളത്തിനായി ഒരു വർഷം 4 മാസത്തിൽ ചെലവാകുന്നത് 1,20,000 രൂപയാണ്. കിണറിലെ വെള്ളത്തിന് വേനലിൽ ചെളിയുടെ ദുർഗന്ധമുണ്ടായിരുന്നു.
ചോർച്ചയുള്ളതിനാൽ മുറികൾ വാടകയ്ക്ക് പോകാനും പ്രയാസമായിരുന്നു. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് DTPC സെക്രട്ടറി വിജയ് രാജ് പറയുന്നു. TCV മാള. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാമ്പള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയംപറമ്പിൽ 34 വയസ്സുള്ള രമേശാണ് മരിച്ചത്. തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേശ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് വരുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെ വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രമേശിന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പൂലംകുളം സ്വദേശി 57 വയസ്സുള്ള അറുമുഖനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇയാൾ താമസിക്കുന്ന വീടിനടുത്തുള്ള വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. 10 വർഷത്തോളമായി അറുമുഖൻ കൊറ്റംകുളത്താണ് താമസം. ഇരുചക്ര വാഹനത്തിൽ പാത്രക്കച്ചവടം നടത്തി വരുന്നയാളാണ് അറുമുഖൻ. കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. കയ്പമംഗലം 13-ാം വാർഡിൽ വഴിയമ്പലം കാരാപ്പുള്ളി ക്ഷേത്രത്തിന് സമീപം പട്ടത്ത് വീട്ടിൽ കണ്ണന്റെ വീടാണ് തകർന്നത്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് പഞ്ചായത്തിന് കീഴിൽ ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെയാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചത്. ജനകീയ ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ കോന്നപ്പറമ്പത്ത് വീട്ടിൽ സുനിത മണികണ്ഠൻ, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത സുധികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വലപ്പാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. ഭാരതപ്പുഴയിൽ നിന്നും ഒഴുകിപ്പോയ സഞ്ചാര ബോട്ടിൽ നിന്ന് പുഴയിലേക്ക് വീണ ജീവനക്കാരനെ രക്ഷപ്പെടുത്തിയ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഉള്ളാട്ടിൽ ജലീലിനെ പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. ജീവനക്കാരൻ വിനോദിനെയാണ് ജലീൽ രക്ഷിച്ചത്. ശക്തമായ ഒഴുക്കിൽ പോലീസിനും ഫയർഫോഴ്സിനും ഇറങ്ങാൻ പ്രയാസം നേരിട്ടപ്പോഴാണ് ജലീൽ സ്വന്തം തോണിയിലെത്തി വിനോദിനെ രക്ഷപ്പെടുത്തിയത്. പുഴയിലേക്ക് വീണ് 1.5 മണിക്കൂറോളം മരത്തിലെ വള്ളിയിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പലൂർ വാഴൂർ അമ്പലനട ബീച്ച് റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20, 21 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളേറെയായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് കുഴിച്ചതോടെയാണ് യാത്രാ ദുരിതം ഉടലെടുത്തത്. നാളിതുവരെയായി റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സമീപ ദിവസങ്ങളിൽ നിരവധി വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡ് നന്നാക്കി തരാം. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ചെവിക്കൊള്ളണില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ മഴ കഴിയുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഈ റോഡ് നന്നായി തരണം. TCV കൊടുങ്ങല്ലൂർ. തോടുമൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മടപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ. വേലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത്. കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും. സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ആകെ ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ കിണറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഒന്നായിട്ട് കിടക്കണം. ഈ വെള്ളം ഒരു തരി മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അടുക്കളയ്ക്കും കിണറും ഫുള്ളും തോടൊക്കെ ഇതൊക്കെ. ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാലേ ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങള് ദുരിതാശ്വാസ ക്യാമ്പിലെ കിടക്കണം. അവിടെ ഉള്ളവരും നിങ്ങൾ റോഡ് പൊളിച്ചിട്ട് പൊളിക്കാൻ വേണ്ടി വന്നു നടക്കുന്നവരാണ്. ദുരിതാശ്വാസത്തിൽ വന്നവരല്ല, വെള്ളപ്പൊക്കത്തിൽ വന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പരിഹാസം വേറെ. ഞങ്ങൾക്ക് വീടുകളിൽ കയറാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികൾക്ക് വയറിളക്കും പനിയും വിട്ടുമാറണം കൂടിയില്ല. വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ,
തഹസിൽദാർ എന്നിവർക്ക് നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും പരിഹരിക്കാൻ നടപടിയുണ്ടായില്ല. അവര് റോഡ് പൊളിക്കേണ്ട കാര്യം പറയുമ്പോൾ അവർ തോട് ഇനി പറമ്പിൽ കൂടെ ഓരോ മീറ്റർ വഴിയും കൂടി അവർക്ക് കൊടുക്കണം, എന്നാലാണ് അത് പൊളിച്ച് തോടാക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. 3 സെന്റ് സ്ഥലമുള്ളത് ഞങ്ങൾ ഒരു വീട് കെട്ടാൻ വേണ്ടിട്ട് മേടിച്ച സ്ഥലത്ത് നിന്ന് 1.5 മീറ്റർ വഴിക്ക് തോടിന് കൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ ബാക്കി അതിൽ എന്താ വീട് കയറ്റാനുള്ളത്? ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാണ്ടായി, അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഈ മക്കളെയും കൊണ്ടിട്ട് ഇനി എവിടേക്ക് പോകണം? ജീവിക്കാൻ വേറൊരു വഴിയില്ല. ഞങ്ങൾ മഠത്തിന്റെ മുറ്റത്ത് തന്നെ കിടക്കുക. ഞങ്ങൾ ഇനി അവിടുന്ന് നീതി കിട്ടാത്തോടത്തോളം അവിടുന്ന് പോരാനുള്ള ഉദ്ദേശമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്കും പോകാനാ എവിടേക്കും വരിക? സ്കൂളുകാർ കളിയാക്കണം ഞങ്ങളെ. അവർക്കൊരു പുച്ഛാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 2 പ്രാവശ്യം ചെന്നു. അതിനുള്ള അനുഭവം ഞങ്ങൾക്ക് കിട്ടി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. 1 മാസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. 1.5 വർഷം മുന്നേ ഒരു തോട് നികത്തി ഒരു ചെറിയൊരു ഒരടിയുടെ പൈപ്പിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തേക്കണം. അത് കാരണം ഇപ്പോൾ ഓരോ മഴയ്ക്കും ചെറിയൊരു മഴ വന്നാൽ പോലും എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാവുന്ന രീതിയിലാണ് പോണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ വളരെ ദുരന്താവസ്ഥയാണ്. മടക്കാർ പറയുന്നുണ്ട്, കന്യാസ്ത്രീകളൊന്നും പറയുന്നത് പൊളിക്കാൻ തയ്യാറാണ്. പക്ഷേ പഞ്ചായത്തുകാരും പ്രസിഡന്റും വാർഡ് മെമ്പറും സമ്മതിക്കുന്നില്ല, ഇത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ ചെയ്യാൻ പഞ്ചായത്തിന് സമ്മതിക്കുന്നില്ല. എന്താണ് പഞ്ചായത്തിന് പ്രത്യേക താല്പര്യം? TCV ന്യൂസ്, എരുമപ്പെട്ടി. പീച്ചി ഡാമിലെ ജലനിയന്ത്രണ സംവിധാനം കൂടുതൽ ശാസ്ത്രീയമാക്കണമെന്നാവശ്യപ്പെട്ട് സർവോദയം ദർശൻ ചെയർമാൻ M. പീതാംബരൻ മന്ത്രി K. രാജനും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകി. ജലവിധാനം ഉയർന്ന സാഹചര്യത്തിൽ ഏതാനും ഇഞ്ച് വെള്ളം തുറന്നുവിടുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നത്. പിന്നീട് വൈദ്യുതി ഉൽപ്പാദനത്തിനാണ് ജലം തുറന്നുവിടുന്നതെന്ന് തിരുത്തി. എന്നാൽ അന്ന് കൂടുതൽ ജലം തുറന്നുവിട്ടിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ദുരിതങ്ങൾ സംഭവിക്കില്ലായിരുന്നുവെന്നും 2018 പ്രളയത്തിലുണ്ടായതിനേക്കാൾ ഉയരത്തിലാണ് പുത്തൂർ മേഖലയിൽ വെള്ളം ഉയർന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പീച്ചി ഡാമിലെ ജലവിധാന നിയന്ത്രണത്തെ സംബന്ധിച്ച് കാര്യക്ഷമവും ശാസ്ത്രീയവുമായ സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജലവിധാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം പുറത്തേക്ക് വിടുകയാണ് എന്ന പ്രഖ്യാപനം ആദ്യത്തിലുണ്ടായി. പിന്നീട് അടുത്ത ദിവസം പറഞ്ഞത് അത് വൈദ്യുതി ഉപയോഗത്തിന് വേണ്ടി വെള്ളം അല്പാൽപമായി മാത്രം തുറന്നുവിടുന്നു എന്നാണ്. അന്ന് ആ വെള്ളം ആവശ്യത്തിന് തുറന്നുവിട്ടിരുന്നു എങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായ പ്രളയത്തെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ചിയാരം ഉക്രാൻ സ്ട്രീറ്റിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. 3 വൈദ്യുതി തൂണുകൾ കാർ ഇടിച്ചു തകർന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വെള്ളക്കെട്ടിന് ശമനമായതോടെ പൂവത്തൂർ അമല റോഡിലെ വാഹന ഗതാഗതം സാധാരണ നിലയിലായി. റോഡിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞതോടെ വെള്ളിയാഴ്ച രാവിലെ മുതൽ വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു. സ്വകാര്യ ബസ്സുകളും സർവീസ് തുടങ്ങി. ജില്ലയിലെ പ്രധാന ഡാമുകൾ തുറന്നതോടെയാണ് പ്രദേശത്ത് ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പഴയന്നൂർ കുന്നത്തറയിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. പ്രദേശത്തെ നിരവധി വീടുകൾക്ക് ക്വാറി ഭീഷണിയാണെന്നും റോഡുകൾ തകരുകയും ജലസ്രോതസ്സുകൾ മലിനമാകുകയും ചെയ്തതായും പ്രദേശവാസികൾ ആരോപിച്ചു. ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ചു. ക്വാറിക്കെതിരെ ജില്ലാ കളക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപത്തുള്ള 10 പതിറ്റാണ്ടുകൾ പഴക്കം ചെന്ന ആൽമരമാണ് ഇന്ന് പുലർച്ചെ കടപുഴകി വീണത്. 2 വൈദ്യുതി തൂണുകൾ തകരുകയും കുളക്കടവിലെയും സമീപമുള്ള വീടിന്റെയും മതിലിന് ചെറിയ വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. ആൽമരത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് അധികൃതർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ നൽകി നോർക്ക ഡയറക്ടറും തൃശൂർ സ്വദേശിയുമായ JK മേനോൻ. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമാണ് തുകയെന്ന് ABN ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ JK മേനോൻ പറഞ്ഞു.
വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തേക്ക് സഹായമെത്തിച്ച് ഗുരുവായൂർ ദേവസ്വത്തിലെ താൽക്കാലിക ജീവനക്കാർ. സഹായവുമായി പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ സന്നിഹിതനായിരുന്നു. വീടുകളിലേക്ക് വെള്ളം കയറിയില്ലെങ്കിലും വട്ടക്കോട്ടയിലെ 9 കുടുംബങ്ങളുടെ താമസം എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. പൊയ്യ പഞ്ചായത്തിൽ 3-ാം വാർഡിൽ വട്ടേക്കോട്ടയിലെ പട്ടികജാതി വിഭാഗക്കാരായ 9 കുടുംബങ്ങളാണ് വർഷങ്ങളായി മണ്ണിടിച്ചിൽ ഭീഷണി മൂലം ക്യാമ്പിലേക്ക് മാറി താമസിക്കുന്നത്. 2018-ൽ 3 മാസമാണ് ഇവർ ക്യാമ്പിൽ കഴിഞ്ഞത്. ഇവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് വീടിന്റെ അടിത്തറയുമായി 3 മീറ്റർ മാത്രം അകലത്തിൽ 40 അടിയോളം ആഴത്തിലാണ് മണ്ണെടുത്തിട്ടുള്ളത്. 9 വീടുകളിലെ 23 പേരാണ് മാള പള്ളിപ്പുറം സെന്റ് ആന്റണി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. 20 വർഷം മുൻപ് മണ്ണെടുത്ത ഭാഗത്താണ് 5 വർഷത്തിലധികമായി മണ്ണിടിച്ചിൽ തുടരുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് VR സുനിൽകുമാർ MLA കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിന് ദുരിതാശ്വാസ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വീതം 2 വർഷം മുൻപ് അനുവദിച്ചിരുന്നു. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും 4 ലക്ഷം വീട് നിർമ്മാണത്തിനുമായാണ് നൽകിയത്. എന്നാൽ സ്ഥലം വാങ്ങിയെങ്കിലും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്, മാള. കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 3-ന് ആരംഭിക്കുന്ന കർമ്മങ്ങൾക്ക് ആചാര്യന്മാരായ മണികണ്ഠൻ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകും. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും പുഴയിൽ ഇറങ്ങിക്കുളിക്കുന്നതിന് ബാരിക്കേഡ് കെട്ടി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ലഘുഭക്ഷണവും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സേവനവും ഉണ്ടാകും. 5000 പേർക്കുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹിയായ മാനേജർ MA രാജു, ചെയർമാൻ രാമു ചാത്തനാത്ത്, ആചാര്യൻ മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. എല്ലാവിധ ഒരുക്കങ്ങളും പാങ്ങാവ് ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 2 വശങ്ങളിലായി 2 സൈഡിലായിട്ട് 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് കർക്കിടക വാവുബലി ചെയ്യുന്നത്. ഏകദേശം 5000 പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച കാലത്ത് 3 മണി മുതൽ തന്നെ ഇവിടെ ഈ ബലികർമ്മങ്ങൾ ആരംഭിക്കും. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് രസീതാക്കാനുള്ള സൗകര്യമുണ്ട്. 2 കൗണ്ടറുകളിലായിട്ട് 2 കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ടാവും. ക്ഷേത്രത്തിനകത്ത് മഹാതിലഹോമം നടത്താനുള്ള കൗണ്ടർ, അതുപോലെ ബലിതർപ്പണത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ പുഴയോട് ചേർന്നിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ബലിതർപ്പണം ചെയ്യുവാനുള്ള കൗണ്ടർ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. അതുപോലെ അമ്മമാർക്ക്, സഹോദരിമാർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ അന്നദാനം, ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അതിനുള്ള വിപുലമായ സൗകര്യങ്ങളുണ്ടായിരിക്കും. പുരുഷ ഭക്തജനങ്ങൾക്ക് ചാവക്കാട് കടലിൽ ഒഴുകിപ്പോയ പോത്തിനെ രക്ഷിച്ചു. മത്സ്യബന്ധനത്തിനായി പോയ ബ്ലാങ്ങാട് ബീച്ചിലെ ബിസ്മി വള്ളത്തിലെ തൊഴിലാളികളാണ് വാടാനപ്പള്ളി 15 കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ച് പോത്ത് ജീവനോടെ കടലിൽ ഒഴുകി നടക്കുന്നതായി കണ്ടത്. തൊഴിലാളികൾ കടലിൽ ചാടി കയർ കെട്ടി ഏറെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ വള്ളത്തിൽ കയറ്റി കരക്കെത്തിച്ചു. പെരുവല്ലൂർ പേനകം കുട്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപം കിണറ്റിൽ വീണ പോത്തിൻകുട്ടിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പേനകം പുല്ലാനിപ്പറമ്പത്ത് വാസുവിന്റെ പോത്തിൻകുട്ടിയാണ് അയൽവാസിയായ രാജന്റെ വീട്ടുകിണറ്റിൽ വീണത്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടൊപ്പം പൊതുമരാമത്ത് വിഭാഗം കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ AC മൊയ്തീൻ, കുന്നംകുളം തഹസിൽദാർ OB ഹേമ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ആശ എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തിയിൽ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. പറവട്ടാനി ചേറ്റുപുഴക്കാരൻ വീട്ടിൽ 37 വയസ്സുള്ള ജോബിയെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ കർക്കിടകത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണം നടന്നു. ഒരാഴ്ച നീണ്ടുനിന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് കഴിഞ്ഞ ദിവസം സമാപനമായി. ഔഷധക്കൂട്ട് വിതരണത്തിൽ നിരവധി ഭക്തർ ഭാഗമായി. കാച്ചേരി മഡോണ നഗർ സെന്റ് മേരീസ് ഇടവക പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ
വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ പ്രദീപ് മാപ്രാണത്തുകാരൻ, ജനറൽ കൺവീനർ പോൾ തളിയത്ത്, പബ്ലിസിറ്റി കൺവീനർ ടിജോ തോമസ് ഇരവേലിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഐക്യ ജനാധിപത്യ സഹകരണ മുന്നണി ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ബാങ്ക് പ്രസിഡന്റായി സലാം വെന്മനാടിനെയും വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസ് അംഗം CK തോബിയാസിനെയും തിരഞ്ഞെടുത്തു. മുല്ലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടർ സുഭാഷ് ഭരണാധികാരിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, DCC സെക്രട്ടറി PK രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, CITU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, NJ ലിയോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എളവള്ളി പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതിയുടെ നേതൃത്വത്തിൽ വായനശാലകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യ വസ്തുക്കൾ കൈമാറി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അവശ്യ വസ്തുക്കൾ ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB ജയ, എളവള്ളി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, ലൈബ്രറി നേതൃസമിതി കൺവീനർ RA അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3283 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ദുരന്ത മേഖലയെ 6 സോണുകളായി തിരിച്ച് പരിശോധന. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് 9328 പേർ. അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്ത് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലി തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ നടത്തിയ ചർച്ചയിൽ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം ചോർന്നൊലിക്കുന്നു. അതിഥി മന്ദിരം അറ്റകുറ്റപ്പണികൾ നടത്താതെ DTPC. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാമ്പള്ളി സ്വദേശി രമേശാണ് മരിച്ചത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.